കുറ്റ്യാടി ബൈപ്പാസ് 2 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പാറക്കൽ അബ്ദുള്ള എം.എൽ.എ. ടാറിങ്ങിന് മുമ്പുള്ള ജോലികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ചെറിയ വിഷയങ്ങൾ കൂടി പരിഹരിച്ച് 1-2 മാസത്തിനകം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി സന്ദർശിച്ച ശേഷം ന്യൂസ് ട്രാക്കിനോട് സംസാരിക്കുകയായിരുന്നു പാറക്കൽ അബ്ദുള്ള. എന്നിപ്പോൾ കുറ്റ്യാടി ബൈപ്പാസ് അതിൻ്റെ പണി ഏതാണ്ട് അവസാന ലേപ്പിലാണ്. ഇപ്പം ചെറിയ തടസ്സം നമുക്ക് മഴയാണ്, കാലാവസ്ഥയാണ് തടസ്സമായി നിൽക്കുന്നത്. ഏതാണ്ട് റോഡിൻ്റെ ടാറിങ്ങിന് മുമ്പുള്ള ഏതാണ്ട് വർക്കുകളൊക്കെ ഡ്രൈനേജ് ഉൾപ്പെടെ ഏതാണ്ട് തീർന്നു വരികയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് മഴയായതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലേപ്പിൻ്റെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ടാർ ചെയ്യണമെങ്കിൽ മഴക്കാലത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതോടനുബന്ധമായ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി ഇപ്പോൾ വെള്ളക്കെട്ടില്ല, വേറൊന്നില്ല, വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാനുള്ള സൗകര്യം ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മഴ നിൽക്കുന്നതോടെ നമുക്കിതിൻ്റെ ഒരു 1-2 മാസം കൊണ്ട് നമുക്കിതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഭാവിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാതിരിക്കാൻ പരിസരവാസികൾ ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചാൽ വെള്ളക്കെട്ട് രൂപപ്പെടും. അതിനാൽ ഓവുചാലുകൾ തുറന്നിടാൻ ശ്രദ്ധിക്കണം. അത് ഡ്രെയിനേജ് വെള്ളം നമ്മൾ ചില കൾവെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാൻ ചില തടസ്സങ്ങളുണ്ട്. അത് പ്രദേശവാസികൾ തന്നെ അത് ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ റോട്ടിന് പ്രശ്നമുണ്ടാവില്ല. പക്ഷേ ഈ ഡ്രെയിനേജ് എവിടെയാണോ അവസാനിക്കുന്നത്, അതേത് പറമ്പാണോ ആ പറമ്പിലേക്ക് വെള്ളം കയറി വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകുക. അതിപ്പോൾ ഒരു 1/2 മീറ്റർ 1 മീറ്റർ നമ്മളൊരു ഓവുചാല് നേരെ തൊട്ടടുത്ത് തന്നെ നല്ല നീർച്ചാലുണ്ട്. പ്രകൃതിദത്തമായ നേരത്തെയുള്ള തോടാണത്. ആ തോട്ടിലേക്കാണ് നേരത്തെ ഈ വെള്ളം ഒഴുകിയിരുന്നത്. ആ വെള്ളം ഒഴുകിയതുപോലെ, പണ്ട് ഒഴുകിയതുപോലെ ഇപ്പോഴും ഒഴുകിപ്പോകാനുള്ള തടസ്സം കൂടാതെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ തീർന്നു. കാര്യമായ വിഷയങ്ങളൊന്നുമില്ല. കുളങ്ങരത്താഴ ഓത്യോട്ട് ബൈപ്പാസ് നാദാപുരം എം.എൽ.എ. കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യും. കുറ്റ്യാടിയിൽ പുതിയ പാലം സംബന്ധിച്ച പൊതുമരാമത്തിൻ്റെ നിർദ്ദേശം പരിശോധിക്കുമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഒ.ടി. നഫീസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജേഷ് ഊരത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ വരാപറമ്പത്ത്, നസീറ ഫൈസൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മൊയ്തു കോരങ്കോടൻ, പി.സി. രവീന്ദ്രൻ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരും അദ്ദേഹത്തെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.